എങ്ങോട്ടാ കുട്ടിയും ചെട്ടിയൊക്കെ ആയിട്ട് നിൽക്കണേന്ന് വിചാരിക്കണ്ട കേട്ടോ. അച്ഛൻ ടൂറൊക്കെ പോകുകയെന്ന് കേട്ടപ്പോൾ പിന്നെ തലേന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ പണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയതാണ്. ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയി. അപ്പം അമ്മയും പണിക്ക് പോകണമാണല്ലോ, ഒരു വീട്ടിലെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണ്ടതെന്ന് ഓർത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 4-5 പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് പോയി കേട്ടോ. അപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒപ്പിക്കാമല്ലോ എന്ന് ഓർത്ത് പൊറോട്ട വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ബൾബുകളൊക്കെ കത്താത്തുണ്ട്. പക്ഷേ ഈ വയറിങ്ങുകാർ എവിടെ ചെന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു വയർ അയക്കണ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ പാത്രങ്ങൾ അച്ഛന് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ തിരയാൻ മോനുച്ചിനെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ കയറാനിപ്പം പൊക്കവും ഒക്കെയുള്ള ആൾ കൂടെ ഉള്ളതുകൊണ്ട് അവനാണ് എവിടെ ചെന്നാലും അതിനൊക്കെ ആൾ കേട്ടോ. അപ്പം ഞങ്ങളെ ചേട്ടായിക്കുട്ടി അതൊക്കെ അമ്മച്ചന് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛനും മോനും കൂടി കത്താത്ത ബൾബുകളും ഏതൊക്കെയോ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ ഞങ്ങൾ നാരങ്ങയൊക്കെ കലക്കി വെള്ളമൊക്കെ ഉണ്ടാക്കി. പിന്നെ വീട്ടിലോട്ട് അമ്മയും ഞാനും, എന്നെക്കാളും അധ്വാനമുള്ള പണിയാണ് കേട്ടോ അമ്മയ്ക്ക്. പിന്നെ അമ്മ അച്ഛന് രാവിലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടൂറ് പോവുകയാണെങ്കിൽ ഒന്നും അവർ പുറത്തുനിന്ന് കഴിക്കുന്നില്ല കേട്ടോ. 10 മണിക്കത്തേക്കുള്ളത് ഉച്ചക്കത്തേക്കുള്ളത് എല്ലാം പാക്കാക്കണം കേട്ടോ. എല്ലാം ചോറും ഉച്ചക്കത്തേക്കും എല്ലാം ചോറ് എല്ലാം പാത്രത്തിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യണത്. അവർക്ക് വേറെ ചിലവുകളൊന്നുമില്ല. തൊഴിലുറപ്പിൽ നിന്നുള്ളൊരു ടൂറായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് കത്താത്ത ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്, റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിച്ചു. പിന്നെ നമ്മൾ ഒരു 5-8 പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നേ. മരഞ്ചാട്ടിയിൽ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലേക്കൊന്നും അങ്ങനെ ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ. അധികം ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉള്ള പൊറോട്ട അവർ നമുക്ക് തന്നാണേ. അപ്പം അച്ഛന് 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാട്ടക്കപ്പയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരപ്പൊന്നും ഇടാതെ വെറുതെ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും വറ്റൽമുളകും ഒക്കെ കൂടെ വറുത്തിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം തേങ്ങ അരപ്പിട്ട് കഴിഞ്ഞാൽ കേടായി പുളിച്ചു പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. അമ്മയ്ക്കും രാവിലെ പണിക്ക് പോകണം. അപ്പോൾ 3:30 ആകുമ്പോൾ അച്ഛന് ടൂറ് അവർ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ് കണ്ടത്. അപ്പം 3:30 ആകുമ്പോൾ അവിടെ സ്ഥലത്തെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടക്കപ്പ പുഴുങ്ങുകയായിരുന്നു ചെയ്തത്. അത് കണ്ടില്ലേ, നമ്മൾ വറവിട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാട്ടക്കപ്പയല്ല, എന്ത് കാണിച്ചാലും രസമാണ്. പിന്നെ എനിക്കിഷ്ടം അരപ്പിടുന്നതാണ്. എനിക്ക് വറവിട്ട് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം അരപ്പിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ അച്ഛന് കൊണ്ടുപോകാനുള്ളതുകൊണ്ടും പാത്രത്തിലാക്കി കൊണ്ടുപോകാനുള്ളതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ വറവിട്ടെടുത്തു. അങ്ങനെ എല്ലാവരും കൂടിയുള്ള അച്ഛന് പാത്രത്തിലാക്കിയതിൻ്റെ ബാക്കി കപ്പയും പൊറോട്ടയും അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. അമ്മ മീൻകറി തലേന്ന് ഉണ്ടാക്കിയ മീൻകറി ശേഷം ബാക്കി ഉണ്ടായിരുന്നു, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അച്ഛനുള്ളതെല്ലാം അമ്മ പാത്രത്തിലാക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പൊറോട്ടയും വാട്ടക്കപ്പ പുഴുങ്ങിയതും എല്ലാം കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ട് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ കുഞ്ഞ് കേക്ക് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തേ. സാധാ പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛനോട് ഒരു അച്ഛയെ മുറിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ മുറിച്ചു. ഞങ്ങളെല്ലാവരും തടഞ്ഞ് ഒക്കെ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൽക്കാൻ അവിടെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകിട്ട് ഇവിടുന്ന് പണി കഴിഞ്ഞിട്ട് 6 മണിയായപ്പോഴാണ് പോയത്. അവിടെ ചെന്ന് 7:30, 8:30, 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങണമല്ലോ. അപ്പോൾ ഒരു സന്തോഷം, കുറച്ച് സമയം ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ അച്ഛൻ കേക്ക് മുറിച്ച് കൊടുത്തപ്പോൾ അച്ഛൻ പറയാം, എന്താ ഇപ്പോൾ ഈ എൻ്റെ ഉദ്ദേശം എന്താ, ഇന്നെ ഇവിടുന്ന് യാത്രയാക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ പൊറോട്ട വാങ്ങാൻ കയറിയപ്പോൾ അവിടെ ഒരു കേക്ക് കണ്ടു, കുഞ്ഞ് കേക്ക്. അപ്പോൾ അത് വാങ്ങിയെന്നുള്ളൂ. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് സന്തോഷമല്ലേ, അത് അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങിയതാണെന്ന്. എന്നാൽ പിന്നെ മുറിച്ചേക്കാം, ഞാൻ തന്നെ മുറിക്കാമെന്ന് അച്ഛൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ അച്ഛൻ തന്നെ ആഗ്രഹം തീർത്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് അച്ഛനെ കൊണ്ട് മുറിപ്പിച്ചത്. പിന്നെ ഞങ്ങളെ വലിയേട്ടായി യൂണിഫോമിൻ്റെ ഷർട്ട് ഊരിയിട്ടതുകൊണ്ട് അവൻ ആകപ്പാടെ ഒരു മടിയായിരുന്നു കേട്ടോ. ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് ക്യാമറ കാണുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് കുടു പിണങ്ങിയായിട്ട് നിൽക്കണത്. കുടുവിൻ്റെ ആദ്യക്കുട്ടം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുടു ആദ്യനോട് പിണങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അമ്മച്ചനോട് കേക്ക് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചനോട് കുടു വാങ്ങാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചു. അപ്പോഴത്തേക്കും മോനുച്ചന് ഷർട്ടില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ട് മാമൻ്റെ ഒരു ബനിയൻ ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ എന്തെല്ലാം ബാഗിലെല്ലാം പാക്കാക്കിയോന്നൊക്കെ നോക്കുമ്പോൾ ഗുളികകളൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ പാരസെറ്റമോൾ. പിന്നെ അച്ഛൻ അലർജീൻ്റെ ആളാണ്, തുമ്മൽ, കണ്ണ് ചൊറിച്ചിലൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്, കാല് വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം നോക്കി എടുത്തു വെച്ചു. അതെല്ലാം കഴിഞ്ഞ് രാവിലെ അച്ഛൻ സുന്ദര കുട്ടപ്പനായിട്ട് പോകാൻ വേണ്ടിയിട്ട് പാൻറ് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി ഇറങ്ങിയിട്ട് അവർ യാത്രയിൽ കുറച്ച് സമയങ്ങളാണ്.
അവിടെ ചെന്നപ്പോൾ അച്ഛൻ വീഡിയോ പിടിച്ചതാണ്. അച്ഛൻ എനിക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛൻ മുടിയൊക്കെ കറുപ്പിച്ച് മീശയൊക്കെ കറുപ്പിച്ച് അമ്മ ചെയ്തു കൊടുത്താണ് കേട്ടോ. എത്രയോ പ്രായം എനിക്ക് ചെറുപ്പത്തിൽ അച്ഛനെ ഓർമ്മ വന്നു കേട്ടോ. അച്ഛനെ അങ്ങനെ മുടിയൊക്കെ മീശയൊക്കെ കറുപ്പിച്ച് കണ്ടപ്പം പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ആദ്യമായിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു യാത്ര പോണത്. ഇങ്ങനെ പണിയും കാര്യമായിട്ട് നടന്ന ആളാണ്. ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ കുടുവിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കുടുവിനും ആദ്യക്കുട്ടനും ഒരു വാച്ചുണ്ട്, കുടുവിന് ചെവിയിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. മോനൂസിന് ഒരു പേനയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അമ്മച്ചൻ വന്നിട്ട് അതെ. കൊടു അമ്മച്ചൻ ടൂറ് പോയി വന്നപ്പോൾ കൊടുവിന് എന്താ കൊണ്ടുവന്നത് നോക്ക്. അമ്മച്ചൻ്റെ കയ്യിൽ എന്തോന്നുണ്ട്, എന്താ നോക്ക് അമ്മച്ചൻ കൊണ്ട്. അവന് നാണം കേടോ കുടുങ്ങുന്ന്. അമ്മച്ചൻ്റെ കയ്യിലേക്ക് നോക്കടാ. അമ്മച്ചൻ്റെ കയ്യിലേക്ക് നോക്ക്. അങ്ങോട്ട് ചെല്ല്. അമ്മച്ചൻ വെച്ച് തരൂ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് തിരിച്ചേക്ക്. എന്തത്? ചെവിയൊക്കെ ഉള്ളത് എന്താ സാധനം കൊടു? രസമുണ്ടോ? കൊടു ഇഷ്ടായടാ? അമ്മ ഇട്ട് നോക്കണോ? അതെ. അമ്മ ഓണാക്കും ചെവി. കാണുന്നുണ്ടോ? നോക്കട്ടെ അമ്മ ഒന്നുകൂടി നോക്കട്ടെ. കൂടി വെച്ചോ. കൊടുനിഷ്ടായി.